ഒരു ജയിൽ പുള്ളിക്ക് എല്ലാ ചെലവുകളും കഴിഞ്ഞ് 18,000 രൂപ ശമ്പളമോ? ഇത് സർക്കാരിന് അധിക ബാധ്യതയാവില്ലേ? ഈ കാശൊക്കെ ആര് കൊടുക്കും? സർക്കാരിന് ഈ കാശ് എവിടുന്ന് കിട്ടും? തുടങ്ങിയ ചോദ്യങ്ങളാണിപ്പോൾ സമൂഹത്തിലുള്ളത്. ഞാൻ ശ്രീലക്ഷ്മി അജേഷ്. ഇത് സംവാദ് ജംഗ്ഷൻ വിത്ത് ശ്രീലക്ഷ്മി. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് അഭിപ്രായം പറയണേ. ആദ്യം തന്നെ നമുക്ക് പഴയ കൂലിയും പുതിയ കൂലിയും നോക്കാം. കേരള ജയിൽ ശമ്പള പരിഷ്കരണം 2026 അനുസരിച്ച് സ്കിൽഡ് പേഴ്സൺസിന് ആദ്യം ഉണ്ടായിരുന്ന 168 രൂപയുടെ സ്ഥാനത്ത് ഇന്ന് 620 രൂപയാണ്. സെമി സ്കിൽഡ് ആണെങ്കിൽ 127 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 560 രൂപ. നോൺ സ്കിൽഡ് പേഴ്സൺ ആണെങ്കിൽ 63 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇന്ന് കിട്ടുന്നത് 530 രൂപയാണ്. എന്തൊക്കെയാണ് ഓരോ ജയിലിലെയും വരുമാന മാർഗങ്ങളും തൊഴിലുകളും? ഓരോ ജയിലിൻ്റെയും സ്ഥല സൗകര്യ പരിമിതികൾക്കനുസരിച്ച് വരുമാന മാർഗങ്ങളും തൊഴിലുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും കൃഷിയും ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനവും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും തയ്യൽ യൂണിറ്റുകളും ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ പോലും സാധാരണ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഫെമിലിയർ ആയത് അല്ലെങ്കിൽ പരിചിതമായത് ജയിൽ വകുപ്പിൻ്റെ ഫുഡ് ബിസിനസ്സാണ്. അതിൽ ചപ്പാത്തിയും ചിക്കനും കഴിക്കാത്ത മലയാളികൾ ഉണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. അത്രയധികം ആ ഒരു ബ്രാൻഡ് ജനങ്ങൾക്കിടയിൽ പരിചിതമായി കഴിഞ്ഞു. ഈ ബിസിനസ്സുകളൊക്കെ ചെയ്ത് നല്ലൊരു വരുമാനം കേരള ഖജനാവിന് ജയിൽ വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പ്രധാനപ്പെട്ട ചില ജയിലുകളുടെ വാർഷിക വരുമാനം നമുക്കൊന്ന് നോക്കാം. പൂജപ്പുര സെൻട്രൽ ജയിൽ 10 മുതൽ 12 കോടി രൂപ, വിയൂർ സെൻട്രൽ ജയിൽ 6 മുതൽ 8 കോടി രൂപ, കണ്ണൂർ സെൻട്രൽ ജയിൽ 5 മുതൽ 7 കോടി രൂപ, നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ 2 മുതൽ 4 കോടി രൂപ വരെയാണ് ഖജനാവിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതായത് ഇവർ നടത്തുന്ന ബിസിനസ്സുകളെല്ലാം തന്നെ ഒരു വലിയ സാമ്പത്തിക നേട്ടം സർക്കാരിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് പ്രധാന ചോദ്യത്തിലേക്ക് വരാം. എല്ലാ ചിലവുകളും കഴിഞ്ഞാണ് 18,000 രൂപ ഒരു ജയിൽ പുള്ളിക്ക് ലഭിക്കുന്നത്. അത് ശരിയോ തെറ്റോ? എങ്ങനെയാണ് തടവുകാരൻ്റെ ഈ ശമ്പളം വിഭജിക്കപ്പെടുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിൽ 30% വിക്ടിം റിലീഫ് ഫണ്ടാണ്. വിക്ടിം റിലീഫ് ഫണ്ടെന്ന് പറഞ്ഞാൽ കേസിൻ്റെ ഇരയായവർക്ക് നൽകുന്ന ഒരു ഫണ്ടാണ്. 30% കുടുംബത്തിന്, അവരുടെ വീട്ടുകാർക്ക് മാസം മാസം വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. 40% തടവുകാരൻ്റെ സമ്പാദ്യമായി സൂക്ഷിക്കാം. അവരെ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അവർക്ക് ആ ഫണ്ട് ഉപയോഗിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി. ഇതൊക്കെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് കുറ്റം ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് സർവ്വ ചെലവും കൊടുത്തതിന് ശേഷം 18,000 രൂപ ശമ്പളവും കൂടി കൊടുക്കുന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. അതുമാത്രമല്ല, സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പൈസയും ജോലിയെടുത്ത് ഗൾഫിലുള്ള ആൾക്കാർ അയക്കുന്നത് പോലെ മാസാമാസം അയക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ ജയിൽ ജീവിതം ദുസ്സഹമാവുന്നത് എങ്ങനെയാണ്? എത്ര വലിയ ശിക്ഷ ചെയ്താലും അവിടെ പോയി ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന കോൺഫിഡൻസും കൂടെ ക്രിമിനൽ ബുദ്ധിയുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങളും ഈ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ.